എല്ലാവരും വിചാരം CMA USA ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാം പറഞ്ഞു തരും എങ്ങനെയാണെന്നൊക്കെ. അവരാണെങ്കിൽ തന്നെ ഫുൾ ടൈം പഠിക്കുക ആ ഒരു ഇതല്ല. ഇവിടെ വന്ന് എങ്ങനെയാണോ പിള്ളേരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യണതും അതുപോലെ തന്നെ എങ്ങനെയാണോ പഠിപ്പിക്കേണ്ടതും ആ ഒരു വേയിലാണ് അവർ കൊണ്ടുപോകുന്നത്. നല്ല സപ്പോർട്ടീവാണ് ഇവർ. കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയായിരുന്നു CMA ഫോക്കസ് ചെയ്തപ്പോൾ. അവിടെയൊക്കെ ഓരോന്ന് ACCA എല്ലാം കുറേ കോഴ്സസ് ഉണ്ടായിരുന്നു. ഇവിടെ ലെജർ ഗേറ്റിൽ മാത്രം CMA USA ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതിലേക്കൊരു ഇത് നോക്കാമെന്ന് ഓർത്ത് ഇവിടെ മെയിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഫാക്കൽറ്റീസാണ്. നല്ലൊരു സപ്പോർട്ടാണ്. കാരണം നമുക്ക് മെയിൻലി നമ്മുടെ ഉള്ളിലുണ്ടാവും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണോ, ഇനിയിപ്പോൾ അവർ ഏത് രീതിയിൽ എടുക്കും അങ്ങനെയൊക്കെ. ചിലപ്പോൾ മെയിൻലി നമ്മൾ അടുത്തിരിക്കുന്ന ഫ്രണ്ട്സിനോടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തരും. അതിൽ കൂടുതലായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ സാറുമാർ ടീച്ചേഴ്സായിരിക്കും. പിന്നെ നമ്മളാണെങ്കിൽ കോളേജ് ലൈഫ് എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ കയറി വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ടെൻഷൻ നമുക്കുണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുമായിട്ട് കമ്പനി ആയി കഴിഞ്ഞപ്പോൾ ഓക്കെ, കോളേജിൻ്റെ ആ ഒരു ഇതും പിന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ആണെങ്കിലും ചുമ്മാ ഫുൾ ടൈം പഠിത്തം ആ സെറ്റപ്പില്ല. പഠിത്തത്തിൻ്റെ ഒപ്പം തന്നെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ ക്ലാസ്സിൽ ഫുൾ ടൈം പഠിപ്പിക്കലായിരിക്കും എല്ലാവർക്കും തോന്നുന്നത്. ആ ടൈമിൽ ഓരോ ബ്രേക്ക് വരുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ കുറേ സ്കില്ലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കലും അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടും. ദെൻ നമ്മൾ പഠിത്തത്തിലേക്ക് വീണ്ടും ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകും. പിന്നെ ഇവിടെ തന്നെയാണെങ്കിൽ ഓണത്തിൻ്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ ആനുവൽ ഡേ ഉണ്ടായിരുന്നു. അതായിരുന്നു മെയിനായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം. അതിനകത്ത് ഭയങ്കര വൺ എൻജോയ്മെൻ്റ് ആയിട്ടായിരുന്നു ഇവിടെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്.